സോ ഗൈസ്, ഇത് ക്യൂബോയുടെ Q500 എന്ന് പറയുന്നൊരു മോഡലാണ് എയർ പ്യൂരിഫയർ. സോ ബേസിക്കലി എയർ പ്യൂരിഫയർ നമ്മുടെ കറണ്ട് ക്ലൈമറ്റിനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റി ലൈഫിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ബേസിക്കലി നമുക്ക്. കാരണം ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് എനിക്കിതാ തോന്നി. ഇവരുടെ സർവീസ് സ്പീഡ് കുറവാണേ ഉള്ളൂ, നല്ല സർവീസാണ് പറഞ്ഞത്. എൻ്റേത് ഐ തിങ്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 to 8 months ആയി. ഞാൻ പർച്ചേസ് ചെയ്ത് 3rd month തന്നെ ഇതിനെന്തോ ഒരു ബോർഡിന് കംപ്ലൈൻറ്റ് വന്നു. അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർ ആദ്യം ബോർഡ് അയച്ചു തന്നു. അപ്പോൾ ബോർഡ് ടെക്നീഷ്യൻ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ബോർഡിൽ കംപ്ലൈൻറ്റ് വന്നു. അതിനുശേഷം ഇത് നോക്കി ടെക്നീഷ്യൻ രണ്ടാമത് വന്ന് ബോർഡ് വേറെ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കി. അപ്പോൾ അതിനുശേഷം അവർ ഫൈനലൈസ് ചെയ്ത് മൊത്തത്തിൽ എന്താ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പുതിയ സാധനം ബോക്സ് പീസ് ഇപ്പോൾ റീപ്ലേസ് ചെയ്തതെന്നാണ്. സോ ഇതൊരു പുതിയ പ്രോഡക്റ്റ് തന്നെയാണ്. സോ അൺബോക്സിങ് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ഇല്ല. 54 വാട്ടിൻ്റെ പവറാണ്. ഫ്രീക്വൻസി 50 to 60 ഹെർട്സിൻ്റെ സൗണ്ട് ഫ്രീക്വൻസി വരുന്നുണ്ട്. വോൾട്ടേജ് 220 to 240 വോൾട്ട്. മോഡൽ നെയിം വന്ന് HPH03 എന്ന് പറയുന്ന സ്മാർട്ട് പ്യൂരിഫയർ ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. സോ ബോക്സിൽ ഇത് പ്ലസ് ഒരു യൂസർ മാനുവൽ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ഈ സാധനത്തിന് അത്ര അപ്രിഷ്യേറ്റ് ചെയ്യാറില്ല. സോ ഇതൊക്കെ നമുക്ക് വേണ്ട. നമുക്കെല്ലാം മലയാളികൾക്കും അറിയാമല്ലോ ഇതെങ്ങനെ ചെയ്യണം, എന്താ ഏതാന്നുള്ളത്. സോ ഈ സാധനം ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഫിൽറ്റർ ഉണ്ടാവും. ഫിൽറ്ററിനെ നമ്മൾ ജസ്റ്റ് കവർ മാറ്റിയിട്ട് വേണം തിരിച്ചിടാൻ. അതുകൊണ്ടെങ്കിൽ ഇത് ക്ലോഗ് ആവും, ഇതും കൊണ്ട് ഉപയോഗം ഇല്ലാതായി പോകും. സോ മേക്ക് ഷുവർ പുതിയ ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിനകത്തെ കവർ മാറ്റുക. കവർ മാറ്റിയാൽ മാത്രമേ പ്യൂരിഫയർ വർക്ക് ചെയ്യുള്ളൂ. ഇത് കൊള്ളാം കേട്ടോ. കാരണം പഴയതിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നില്ല. ഇതിനൊരു നെറ്റ് പോലത്തെ ഒരു മെഷ് കൂടെ തന്നിട്ടുണ്ട് നമുക്ക് ക്ലീനിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പഴയ പ്യൂരിഫയറിന് ഫിൽറ്ററിന് മേളിൽ ഈ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കാരണം ഇപ്പോൾ ഇച്ചിരി എളുപ്പമായി. നമുക്ക് ഈ സാധനം വൺസ് യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫിൽറ്റർ ഇച്ചിരി ലൈഫ് കൂടും. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ക്യൂബോർഡ് തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് മാനുവലായിട്ടും ഈ സാധനത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ AC ഉള്ള വീട്ടിൽ റെക്കമെൻഡഡ് അല്ല. ഇഫ് യു ക്യാൻ യൂസ്. സോ ബട്ട് നോർമലി ഒരു പെറ്റ്സ് ഉള്ള വീട്ടിലൊക്കെ നമുക്കിതൊരു സ്യൂട്ടബിൾ ആണ് ഈ സാധനം. സോ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു സൗണ്ട് വരും. സോ അത് പ്രോസസ്സ് ആവുകയാണ്, ഫിൽറ്റർ എല്ലാം കറക്റ്റാണ് എന്തായതെന്നുള്ളത്. സോ ഇപ്പോൾ പവർ ഓണായി. ജസ്റ്റ് ഇതിന് മേലോട്ടൊരു പവർ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യുമ്പോൾ പ്യൂരിഫയർ ഓൺ ആവും. ടോട്ടലി ഇതിന് 4 മോഡ്സ് ആണുള്ളത്. ഒന്ന് സ്ലീപ്പിംഗ് മോഡ്, വളരെ മൈന്യൂട്ടുള്ള സൗണ്ടിൽ തന്നെ ഈ സാധനം ഓപ്പറേറ്റ് ചെയ്യും. സെക്കൻഡ് 1, 2, 3 ഫാനിൻ്റെ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. സോ ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും മെഷേഴ്സ് ഉണ്ടാവും. ഇതുവഴി എയറിനെ സക്ക് ചെയ്ത് അകത്തോട്ട് എടുക്കും, ഇതുവഴി വെളിയിലോട്ട് വിടും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു AI മോഡുണ്ട്, ചൈൽഡ് ലോക്ക് ഉണ്ട്, പ്ലസ് എയർ ക്വാളിറ്റീനെ കൺട്രോൾ ചെയ്യാനും ടൈമറിനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത്. സോ ബെറ്റർ എപ്പോഴും നമുക്ക് ഈ സ്വിച്ചസ്, ഇത് സ്ലീപ്പ് മോഡാണ്. സോ വളരെ മൈന്യൂട്ട് സൗണ്ടിൽ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കറിയില്ല, പക്ഷേ കൈവച്ച സൗണ്ട് എയറിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്. സെക്കൻഡ് ഓപ്ഷൻ 1 പവർഫുൾ അല്ല, വളരെ പതുക്കെ പോകുള്ളൂ. സെക്കൻഡ് സ്പീഡ് കൂടി, തേർഡ് ഹയസ്റ്റ് സ്പീഡ്. പിന്നുള്ളത് ഇത് ടൈമറാണ്. ഇത് AI മോഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് എയറിൻ്റെ ക്വാളിറ്റീനെ സെൻസർ ചെയ്ത് ഓട്ടോമാറ്റിക് ഇത് ചേഞ്ച് ആവും. സോ ഇത് രണ്ടോ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് ലോക്ക് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ ചൈൽഡ് ലോക്ക് ആക്ടിവേറ്റ് ആയി, വർക്ക് ചെയ്യില്ല. വീണ്ടും നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കൈ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചേഞ്ച് ആവും, കണ്ടോ? സോ ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ കിച്ചണിൽ ഫ്രൈ ചെയ്യുന്ന കാരണം എയർ ക്വാളിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ആ എയറിനെ മൊത്തം സക്ക് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫ്രഷ് എയറിനെ ഇത് തരും. സോ ദാറ്റ്സ് ഓൾ. ഇങ്ങനെ പിന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇതിനെ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാം. ഇത് വൈഫൈയിൽ കണക്റ്റ് ആവണം, അതും വൈഫൈയിൽ കണക്റ്റ് ആവണം. സോ ഇതിൻ്റെ ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.